ഇന്ന് ഒക്ടോബർ 31 ഹാലോവീൻ ഡേ. പേടിച്ചില്ലല്ലോ, ഞാൻ തന്നെയായിരുന്നു കേട്ടോ. ഞാനൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ലൈറ്റ് ഓഫ് ചെയ്തോന്നുള്ളൂ. അപ്പൊ ഹാലോവീൻ എന്താന്ന് പലർക്കും അറിയണ്ടാവില്ലേ, എന്നാൽ ചിലർക്ക് ചിലപ്പം അറിയണ്ടാവില്ല. എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ടിൽ വരുന്നതിന് മുമ്പ് ഹാലോവീൻ എന്താന്ന് ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ ഞാനിവിടെ ഉള്ള സമയത്ത് ഹാലോവീൻ നല്ല കോമഡി ആയിരുന്നു. കാരണം എന്താ വെച്ചാല് ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ കുറെ പംകിൻ മത്തങ്ങകൾ അവര് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പംകിൻ കുറെ ഉണ്ടായിട്ടുണ്ടാവും, അപ്പൊ അതുകൊണ്ട് അവര് വെച്ചതാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്താ സംഭവം ഒന്നും പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആദ്യത്തെ ഒക്ടോബർ 31 ഞാനിവിടെ വന്നതിന് ശേഷം ഞാനും എന്നിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിള്ളേരില്ല. അപ്പൊ ഞാൻ മുകളിൽ എവിടെയോ ആയിരുന്നു. ഡോറിൽ ആരോ വന്നൊരു 7 മണിയായപ്പോ തട്ടി കഴിഞ്ഞ് ഞാൻ പോയി ഡോർ തുറക്കുകയും ചെയ്തു. നോക്കുമ്പോ കുറെ ആൾക്കാർ, കുറെ കുട്ടികളുണ്ട്, കുറെ വലിയവരുണ്ട്. ഡ്രസ്സൊക്കെ ചെയ്ത് കോസ്റ്റ്യൂം, പേടിപ്പിക്കുന്ന കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കുറെ പേര് നിൽക്കണു. ഞാൻ ഡോറ് തുറന്നതും അവര് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറഞ്ഞു. എനിക്ക് എന്തായാലും പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ഞാൻ ഇതിനെന്താ റെസ്പോൺസ് പറയണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ പകച്ചില് കണ്ടിട്ടായിരിക്കും ഒരു കുട്ടി, ആ കുട്ടിയുടെ കയ്യിലുള്ള ഒരു ബക്കറ്റ്, ഇവിടെ ഹാലോവീനിന് പോകും, ട്രിക്ക് ഓർ ട്രീറ്റിന് പോകുമ്പോ അവരിങ്ങനെ ഒരു ബക്കറ്റ് ഒക്കെ കൊണ്ട പോവാ. അത് നീട്ടി കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ അതിൽ കുറെ സ്വീറ്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഹാലോവീൻ എനിക്ക് അറിയില്ല, ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല, എന്റെ കയ്യിൽ സ്വീറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സ്വീറ്റ്സ് ഇല്ല, ഞങ്ങള് മണി തരാം എന്ന് പറഞ്ഞപ്പോ ആ കുട്ടികൾക്ക് ഞങ്ങളുടെ ദയനീയ അവസ്ഥ മനസ്സിലായിട്ട് അവര് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഹാലോവീൻ എക്സ്പീരിയൻസ്. അതിനുശേഷം പിന്നെ ഹാലോവീൻ എന്താണെന്നും ഞാൻ മനസ്സിലാക്കി, വായിച്ചു, ആൾക്കാരോട് ചോദിച്ചു, അറിഞ്ഞു. അപ്പൊ എന്റെ കുറച്ച് ഹാലോവീൻ അറിവുകൾ നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചിട്ട്, ആർക്കെങ്കിലേക്കൊക്കെ അറിയാത്തുണ്ടെങ്കിൽ അവർക്ക് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഹലോവീൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അർത്ഥം? നാളെ നവംബർ 1 ഓൾ സെയിൻസ് ഡേ ആണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ. അപ്പൊ ഹലോവീൻ എന്ന് പറഞ്ഞ വാക്ക് ഒരു ആൾക്കാർ പറഞ്ഞിങ്ങനെ ലോലിപ്പിച്ച് വരിക എന്ന് പറയില്ലേ, നമ്മളിങ്ങനെ കോൺട്രാക്ഷൻ ആയിട്ട് വരിക. അതായത് ഓൾ ഹാലോസ് ഈവ്, അതാണ് പറഞ്ഞ് ഹലോവീൻ ആയത്. ഹാലോ എന്ന് പറഞ്ഞ സെയിന്റ്. അപ്പൊ നാളത്തെ ഓൾ സെയിൻസ് ഡേ ആണ്. അപ്പൊ ഇന്ന് ഓൾ സെയിൻസ് ഈവ് ആണ്, തലേദിവസം. അപ്പൊ അങ്ങനെ ഓൾ ഹാലോസ് ഈവ് എന്നുള്ളത് ഷോർട്ടായിട്ടാണ് ഹലോവീൻ എന്ന് പറഞ്ഞ വാക്ക് ഉണ്ടായത്. അമേരിക്കയിലും പല യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് സാധാരണ ഹലോവീൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ 31 തന്നെയാണ് കേട്ടോ ഹലോവീൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്. യൂറോപ്പിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് അമേരിക്കയിലാണ് കൂടുതലായിട്ട് ഹലോവീൻ സെലിബ്രേഷൻസ്. ഇവിടെ നമ്മൾ സാധാരണ കുട്ടികളെയായിട്ട് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഡൽട്സും പിള്ളേരും ഒക്കെ ഡ്രസ്സപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് നമ്മളിങ്ങനെ എല്ലാ വീടുകളിലേക്കും പോകും. വീടുകളിലേക്ക് പോയിട്ട് നമ്മൾ ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയും അവരോട്. ആ ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒന്നുപോലെ ഞങ്ങൾക്ക് ട്രീറ്റ് തരിക, എന്തെങ്കിലും സ്വീറ്റോ കാൻഡിയോ അങ്ങനെ എന്തെങ്കിലും തരിക. അതല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മേലിൽ എന്തെങ്കിലും ട്രിക്ക് ചെയ്യും. പക്ഷെ സാധാരണ ഇവിടെ ആരും ഒന്നും പറയാറില്ല, ട്രിക്കിന്റെ കാര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല കേട്ടോ, നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു അമ്മാമ്മയുണ്ട്. അവര് എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാല് 2 ബോൾ ഉണ്ടാവും അവരുടെ കയ്യില്. ഒരെണ്ണത്തില് ഇങ്ങനെ പശയും എന്തൊക്കെയോ മാവൊക്കെ കലക്കിയിട്ടുള്ള ഒരു ബോളും, ഒരെണ്ണത്തില് സ്വീറ്റ് ആയിട്ടുള്ള ബോളും ആയിരിക്കും, സ്വീറ്റ്സ് ഉള്ള ബോളും ആയിരിക്കും. അപ്പോ കുട്ടികൾ വന്നിട്ട് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഇവര് ഈ ബോള് കാണിക്കും. കുട്ടികള് കയ്യിലിട്ടാല് അവരുടെ ഭാഗ്യം അനുസരിച്ച് ചിലപ്പോ ഈ പശയിലായിരിക്കും കൈ പോണത്, ചിലപ്പോ ഈ സ്വീറ്റ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരാള് ട്രിക്ക് ഓർ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ സാധാരണ എല്ലാവരും ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുക്കും. അതാണ് സാധാരണ ട്രിക്ക് ഓർ ട്രീറ്റിന് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഇതുപോലെ ഒരു പംകിൻ, ഇതിപ്പോ നമ്മുടെ വീട്ടിലുണ്ടായ പംകിൻ ആണ്, അതാണ് ഇത്ര ചെറുതായിട്ടിരിക്കുന്നത്. ഇവിടെ ഷോപ്പിലുള്ള പംകിൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷോപ്പിൽ എന്തൊക്കെയാണ് ഹലോവീന് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് അവർ വെച്ചിരിക്കുന്നത് നോക്കാം. ചോക്ലേറ്റ്സ്, കുറേ പ്രോപ്സ്, ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം നമുക്കൊന്ന് കണ്ടുവരാം.
അപ്പൊ ഷോപ്പിലുള്ള പംകിൻ എല്ലാവരും കണ്ടില്ലേ, അതുപോലെയുള്ള വലിയ പംകിൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും അതിലിന്റെ മുകളിൽ എന്തെങ്കിലും സ്കാരി ഫേസസ് ഒക്കെ ഇങ്ങനെ കൊത്തി കത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ കൊത്തി ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്ത് ഒരു കാൻഡിൽ വെക്കും. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ അവിടെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകൾ വരുമ്പോ അവർക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വീടുകളിലാണ് സാധാരണ ആൾക്കാർ ട്രിക്ക് ഓർ ട്രീറ്റിങ്ങിന് പോണത്. ഇപ്പൊ ഒരു വീട്ടില് ലൈറ്റ് ഇല്ല, ഇതുപോലെ പത്തക്കൊന്നും വെച്ചിട്ടില്ല, ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സാധാരണ ആ വീട്ടുകാരനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പോവാറില്ല. അവർക്ക് ഹലോവീനിൽ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അവരത് സെലിബ്രേറ്റ് ചെയ്യണില്ല. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് അവരെ ബോധർ ചെയ്യാനായിട്ട് പോവാറില്ല. ഇതൊക്കെ പ്രോപ്സ് ആണ് കേട്ടോ, ഹലോവീനെ പേടിപ്പിക്കാനായിട്ട് വെട്ടി വെച്ചിട്ടുള്ള കൈകള്, സ്കള്ള്. ഡോർമാറ്റ് അടക്കം അവർ ഹലോവീനിന് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്. ഹലോവീൻ സ്പെഷ്യൽ ലൈറ്റ് ബലൂൺസ്. ഹെയർ ആക്സസറീസ്. ഓൾറെഡി അവരത് സെയിലിന് തുടങ്ങി, 50% ഓഫ്. ഓ, ദേ മാസ്ക് അടക്കമുണ്ട്. ഹലോവീൻ തീമിലുള്ള മാസ്ക്. ഇവിടെ ഹലോവീന്റെ ടൈമിലെ സ്കൂളുകളിലും അതുപോലെ കമ്മ്യൂണിറ്റി സെന്ററുകളിലും ഒക്കെ പംകിൻ കാർവിംഗ് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടാ. അപ്പൊ ഇത് ഭയങ്കര മെർച്ചൻഡൈസ് ആണ്. അതിനുള്ള സ്റ്റെൻസിലുകള്, അത് കാർവ് ചെയ്യാനായിട്ടുള്ള മൂർച്ചയുള്ള കത്തികള്, അതൊക്കെ വിൽക്കുന്നുണ്ട് ഇപ്പൊ മാർക്കറ്റില്, സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അതും ഒരു വലിയ, നമ്മൾ ഓണത്തിന് പൂക്കളം കോമ്പറ്റീഷൻ നടത്തില്ലേ, അതുപോലെ ഇവിടെ ഹലോവീന് പംകിൻ കാർവിംഗ് കോമ്പറ്റീഷൻ നടത്തും. പംകിൻ കാർവിംഗ് സ്പൂൺ. പംകിൻ്റെ ഉള്ളിലത്തൊക്കെ കോരിയെടുക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. അപ്പൊ ഈ പംകിൻ ഇങ്ങനെ കാർവ് ചെയ്ത് വെക്കുന്നതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. ജാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു പണ്ട്. അപ്പൊ അയാള് അത്ര വലിയ നല്ല സ്വഭാവമുള്ള ആളായിരുന്നില്ല. ഡ്രിങ്ക്സ് കഴിക്കും, അതുപോലെ വേറെ എന്തൊക്കെയോ ചീത്ത സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പൊ അയാള് ഒരു ദിവസം രാത്രി കള്ള് കുടിച്ചിട്ട് അയാൾ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് സാത്താനെ കണ്ടുപിട്ടി. അപ്പൊ സാത്താനും ഇയാളും തമ്മിൽ ചെറിയൊരു ഗുസ്തിയായി. അപ്പൊ സാത്താൻ ഇയാളെ പേടിപ്പിച്ച് ഇതിന്റെ മുകളിൽ കയറ്റിപ്പിച്ചു. അപ്പൊ ഇയാൾക്കാണെങ്കിൽ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു, ആ മരത്തിന്റെ മുകളിൽ ഒരു കുരിശ് വരച്ചു വെച്ചു. അപ്പൊ അങ്ങനെ ഒരു ക്രോസ് വരച്ചു കഴിഞ്ഞാൽ പിന്നെ സാത്താന് കയറാൻ പറ്റില്ലല്ലോ മരത്തിന്റെ മുകളിൽ. അങ്ങനെ സാത്താൻ അവിടെ തോറ്റു. അന്ന് ജാക്കും സാത്താനും തമ്മിൽ ഒരു ഡീല് വെച്ചു. അതായത് ജാക്കിന്റെ ആത്മാവിനെ ഒരിക്കലും സാത്താന് എടുക്കാൻ പറ്റില്ല. അതായിരുന്നു അവരുടെ ഡീല്. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ജാക്ക് മരിച്ചുപോയി. ജാക്ക് മരിച്ചിട്ട് ജാക്ക് സ്വർഗത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ജാക്കിന്റെ നല്ല സ്വഭാവം കാരണം സ്വർഗത്തില് ആരും ജാക്കിനെ കയറ്റിയില്ല. അപ്പൊ അങ്ങനെ പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്, നരകത്തിലേക്ക് പോണം. അപ്പൊ അങ്ങനെ ജാക്ക് നരകത്തിൽ ചെന്നപ്പോ അവിടെ സാത്താൻ ഇരിപ്പുണ്ട്. സാത്താൻ നോക്കിയപ്പോ ദേ വരുന്നു ജാക്ക്. പക്ഷെ സാത്താനെ സന്തോഷാവേണ്ടതാണ് ഒരാളും കൂടി വരുന്നു എന്ന് കാണുമ്പോ. പക്ഷെ എന്താ, ജാക്കിനോട് നേരത്തെ ഒരു പ്രോമിസ് ചെയ്തിട്ടില്ലേ ആത്മാവിനെ എടുക്കില്ല എന്ന്. അപ്പൊ ആ ദേഷ്യം കൊണ്ട് സാത്താൻ എന്ത് ചെയ്തു, നമ്മൾ കേട്ടിട്ടില്ലേ നരകത്തിൽ ഇങ്ങനെ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, കനലുകളൊക്കെയാണ് എന്നൊക്കെ. അങ്ങനെ ഒരു ചുട്ടുപഴുത്ത ഒരു കനല്, ഒരു കോളിന്റെ പീസ് എടുത്തിട്ട് സാത്താൻ ജാക്കിന്റെ നേരെ എറിഞ്ഞു. അപ്പൊ ജാക്ക് എന്തെങ്കിലും അവിടെ കിട്ടിയതായല്ലോ എന്ന് വെച്ചിട്ട് ആ കോളെടുത്ത്, ജാക്കിന്റെ കയ്യിൽ ഒരു ടേണിപ്പ് ഉണ്ടായിരുന്നു, അത് തുറന്ന് അതിനകത്ത് ഈ കനല് വെച്ചിട്ട് ജാക്ക് അതും കൊണ്ട് അന്ത്യവിശ്രമത്തിന് പറ്റിയ ഒരു സ്ഥലം നോക്കി ജാക്ക് കറങ്ങി നടക്കുകയാണ്. അപ്പൊ അതാണ് അതിന്റെ ഈ പംകിൻ കാർവിന്റെ പുറകിലുള്ള കഥ, സ്റ്റോറി.
അപ്പോൾ പക്ഷേ ഈ ടേണിപ്പ് എന്ന് പറഞ്ഞ വെജിറ്റബിൾ ഭയങ്കര ഹാർഡാണ്. അത് ഇങ്ങനെ കാവ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അപ്പോൾ ഈ സമയത്താണ് ഏതാണ്ട് പംകിൻ ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ നോക്കിയപ്പോൾ പംകിൻ്റെ ഉള്ളിൽ ഹോളോ ആണല്ലോ, അപ്പോൾ നമുക്ക് ഇത് കാർവ് ചെയ്തെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പൊ അങ്ങനെ ടേണിപ്പ് മാറി പംകിൻ ആയതാണ്. ഇപ്പൊ സാധാരണ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ മുകളിൽ എന്തെങ്കിലും സ്കാരി ഫേസസ് ഒക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ നമ്മൾ എടുത്ത് കളയും, എന്നിട്ട് ഒരു ക്യാൻഡില് അതിനകത്ത് വെക്കും. അപ്പോൾ ഈ ജാക്കോ ലാന്റേൺ, അതാണ് ആ സ്റ്റോറി. ആ ജാക്കോ ലാന്റേൺ ആണ് പിന്നീട് ഹലോവീൻ്റെ പംകിൻ കാർവിങ്ങും പംകിൻ്റെ ഉള്ളിൽ ലൈറ്റ് കത്തിക്കുന്നതുമായിട്ട് മാറിയത്. പംകിനുകളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ട് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോയി തോന്നുന്നുണ്ട്. ഇതൊക്കെ റിയൽ ആയിട്ടുള്ള പംകിൻസ് ആണ്. ഇനി അത് വേണ്ട, ആർട്ടിഫിഷ്യൽ ആയത് മതിയെങ്കിൽ ഇതേ ഇതിരിക്കുന്നുണ്ട്, ഓൾറെഡി കാർവ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇതാവുമ്പോൾ പിന്നെ നമുക്ക് കൊല്ലം കൊല്ലം പംകിൻ വാങ്ങിക്കുകയും വേണ്ട. ഇതിൻ്റെ ഉള്ളിൽ മിക്കതും ബാറ്ററി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ലൈറ്റ്. അപ്പോൾ അതങ്ങോട്ട് ഓണാക്കി വെച്ചാൽ മതി. ഇതേ കണ്ടോ, ലൈറ്റ് ഉള്ളതാണ് ഓൾറെഡി. ഇതിവരിപ്പോൾ 5 പൗണ്ടായിരുന്നത് റെഡ്യൂസ് ചെയ്ത് 250 വെച്ചേക്കണേ. ഇവിടെ കുറച്ച് ഇത് റിയൽ പംകിനാണ്, പക്ഷെ വലിയ വലിപ്പമുള്ളതൊക്കെ കഴിഞ്ഞു എന്ന് തോന്നണം. വേറൊരു വിശ്വാസം എന്താന്ന് വെച്ചാല് കെൽട്ടിക് വിശ്വാസികള് അവരുടെ ന്യൂ ഇയർ ആണ് 1st of November. അപ്പൊ അവരുടെ വിശ്വാസം എന്താന്ന് വെച്ചാല് ന്യൂ ഇയറിന്റെ മുന്നുള്ള ലാസ്റ്റ് ഡേ, അതായത് October 31st, ഇന്ന് മരിച്ചവരുടെ ലോകവും ജീവിച്ചിരിക്കുന്നവരുടെ ലോകവും തമ്മിലുള്ള ബൗണ്ടറി ഇല്ലാണ്ടാവും. അപ്പൊ മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തിലേക്ക് വരാം, വിസിറ്റ് ചെയ്യാനായിട്ട് വരാം. അതാണ് കെൽട്ടിക് വിഭാഗക്കാരുടെ വിശ്വാസം. അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ ഹലോവീൻ നൈറ്റിൽ ഇതുപോലെ സ്കേറി ആയിട്ടുള്ള ഗോസ്റ്റുകള്, സ്കെലിറ്റൻസ്, സോംബീസ് അങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് ട്രിക്ക് ഓർ ട്രീറ്റിന് പോകാനായിട്ട് കാരണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ആക്ഷൻ ഹീറോന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് പോകുന്ന കുട്ടികളുണ്ട് കേട്ടോ. അത് പക്ഷെ ശരിക്കും ട്രഡീഷൻ ഇങ്ങനെ സ്കേറി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇട്ട് പോകുന്നവരാണ്. ഇവിടെ ക്ലോത്ത്സ്, പിള്ളേരുടെ ചെറിയ കുട്ടികളുടെ ക്ലോത്ത്സ് മുതൽ വലിയ കുട്ടികളുടെ ക്ലോത്ത്സ് വരെ ഡ്രസ്സപ്പ് ആയിരുന്നു. അപ്പോ ഞങ്ങളുടെ വീട്ടില് ഞങ്ങള് ട്രിക്ക് ഓർ ട്രീറ്റിങ്ങിന് പോയിട്ട് കുറെ നാളുകളായിട്ട്, കാരണം ഇപ്പൊ പിള്ളേരൊക്കെ വലുതായില്ല, അപ്പൊ അവർക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കുറച്ച് നാള് മുമ്പത്തെ ഞങ്ങളുടെ ട്രിക്ക് ഓർ ട്രീറ്റിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വെച്ച ഒരെണ്ണം ഡെവിൾ ഹോൺസ്. ഇത് ലൈറ്റ് ചെയ്തിരുന്ന ഒരു ഹെയർ ബാൻഡ് പോലെയുള്ള ഒരെണ്ണാണ്. രാത്രി നടക്കുമ്പോൾ എവിടെയാണ് കുട്ടി പോയെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും ഈ വെളിച്ചമുള്ളത് കൊണ്ട്. അപ്പൊ ഇതൊരു കാര്യമാണ്. പിന്നെ നേരത്തെ ഞാൻ വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കും വിച്ച് ഹാറ്റ്. അപ്പൊ കുറെ പേര് വിച്ചസ് ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് പോയവരുണ്ടാവും. ഒരു ചൂലൊക്കെ പിടിച്ച് പിന്നെ ഒരു വിച്ച് ഹാറ്റ് ഒക്കെ വെച്ചിട്ട് പോവും കുട്ടികൾ. അപ്പൊ അമ്മൂന്റെ ഒരു ഫേവറേറ്റ് കാര്യമായിരുന്നു ഇത്, ഡ്രസ്സപ്പിലുള്ള ഒരു കാര്യമായിരുന്നു ഇത്, വിച്ച് ഹാറ്റ്. പിന്നെ ഇത് പോളുവിന്റെ ഒരു കോസ്റ്റ്യൂം ആയിരുന്നു ചെറുതായിരിക്കുമ്പോ, ഒരു സ്കെലിട്ടൺ ഇത്. അപ്പൊ ഇത് രാത്രി ആവുമ്പോ ശരിക്കും ഈ സ്കെലിട്ടന്റെ ഭാഗം മാത്രം ഫ്ലൂറസന്റ് ആയിട്ട് കാണും. അപ്പൊ അവൻ നടന്നു പോകുമ്പോ ശരിക്കും ഒരു സ്കെലിട്ടൺ പോണ പോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ആദ്യത്തെ ഹലോവീൻ എക്സ്പീരിയൻസിൽ കുട്ടികൾ ഇങ്ങനെ ബക്കറ്റ് കൊണ്ടുവരുന്നു. അപ്പൊ ഇതുപോലെയുള്ള ബക്കറ്റ്സ് ആണ് കേട്ടോ അവർ കൊണ്ടുവരുന്നത്. ഇതിന്റെ മുകളിൽ കണ്ട ഇതുപോലെ ഇങ്ങനെ ഒരു പംകിനിൽ കാർവ് ചെയ്തിട്ടുള്ള പോലെ ഒരു പംകിൻ ഷേപ്പ് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങള്, ഇങ്ങനെയുള്ള ബക്കറ്റ്സ് ആണ് അവർ കൊണ്ടുവരിക ട്രിക്ക് ഓർ ട്രീറ്റിന് വേണ്ടിയിട്ട്. ഇതിനകത്ത് പോളിന്റെ തന്നെ 2 സ്കെലിട്ടൺ ഗ്ലൗസ് ഉണ്ട്. അപ്പൊ ഇതും ഇതുപോലെ ഫ്ലൂറസന്റ് ആണ്. എനിക്ക് കൊള്ളാവട്ടെ, നോക്കട്ടെ, അങ്ങനെ ഇരിക്കണം. അപ്പോൾ രാത്രി ആകുമ്പോൾ ഇതും ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്ത് കാണാൻ പറ്റും നമുക്ക് ഫ്ലൂറസന്റ് ആയിട്ട്. അപ്പോൾ ഇതൊക്കെ പിള്ളേരുടെ ചെറുപ്പത്തിലെ ഹലോവീൻ കോസ്റ്റ്യൂംസ്.
മോളില് തന്നെയായിരുന്നു ഒരു സ്കാരി ഫേസ് മാസ്ക്. അപ്പൊ ആ സ്കെലിട്ടൻ കോസ്റ്റ്യൂമും ഗ്ലൗസും പിന്നെ ഈ മാസ്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോളാണ്. ഇത് കണ്ടാൽ എനിക്ക് തന്നെ പേടിയാവും. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലത്, പക്ഷെ അമ്മൂന് പേടിപ്പിക്കാനായിട്ട് നല്ലൊരു കാര്യമായിരുന്നു ഇത് വെച്ച്. ഏവിനെ കരയിപ്പിക്കലായിരുന്നു അവന്റെ കുറെ നാളെ പരിപാടി. അപ്പൊ ഇങ്ങനത്തെ ഫേസ് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ആൾക്കാർ പോവാം. പിന്നെയുള്ളത് ഇത് ഈ കോബ് വെബ്സ് ഒക്കെയാണ്. അപ്പൊ നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവര് വിൽക്കണത്, നമ്മൾ യൂസ് ചെയ്യണത്. അപ്പൊ വാതിലിന്റെ അവിടെയും ഒക്കെ ആൾക്കാര് ശരിക്കും നമ്മൾ ട്രിക്ക് ഓർ ട്രീറ്റിന് പോകുമ്പോ ഇങ്ങനെ വാതിൽ തുറക്കുമ്പോ തന്നെ ചിലപ്പോ ഇങ്ങനെ ആകെ കോബ് വെബ്സ് ഒക്കെ ആയിട്ട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടുള്ള ഒരു വീടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഭയങ്കര സ്കാരി ആയിട്ടുള്ള വീടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിങ്ങനെ നീട്ടാൻ പറ്റും നമുക്ക്. എന്നിട്ട് ഇതിന്റെ കൂടെ സ്പൈഡേഴ്സും ഉണ്ട്, കോബ് വെബ്സും ചെലന്തി വലയും എട്ടുകാലിയും രണ്ടും കൂടിയുള്ള ഒരു ഇതാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. അത് എപ്പോഴൊക്കെയോ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് എട്ടുകാലി. അപ്പൊ അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ഞാൻ തന്നെ പേടിക്കുക. പിന്നെ ഇത് വേറൊരു ബക്കറ്റും കൂടി ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഒരെണ്ണം പോളിന്റെയും ഒരെണ്ണം ഏബിലിന്റെയും തോന്നുന്നു. ഇതെല്ലാം ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഈ അയിൽ കംപ്ലീറ്റ് ഹലോവീൻ്റെ സാധനങ്ങളാണ്. ഹലോവീൻ്റെ പേരിൽ അവർ സ്പെഷ്യലായിട്ടുള്ള കേക്കുകളൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് ആർട്ടിന് തന്നെ ദ വിച്ചസ് എന്നുള്ള പേരിലാണ് എഴുതിയേക്കണത്. ടെറിഫൈങ് ടോഫി വാൾസ്. എല്ലാറ്റിനും ഒരു ഹലോവീൻ ടച്ച് കൊടുത്തേക്കാണ്. എല്ലാം ചോക്ലേറ്റ്സ്. പംകിൻ്റെ ഷേപ്പിലുള്ള ചോക്ലേറ്റ്. ജാഫ കേക്ക്സ് അടക്കം ഹലോവീൻ തീമിൽ. പിന്നെയുള്ള സംഗതി ഇതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നതാണ് കുറച്ച് നാളെ മുമ്പ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ വേറെ ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഈ വിഗ് മാത്രം വെച്ചിട്ടാണ് പിള്ളേരുടെ കൂടെ പോകുന്നത്. നമ്മളും പിള്ളേരുടെ കൂടെ പോകുമ്പോൾ വെറുതെ പോകാൻ പറ്റില്ലല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഒരു വിഗ്. മേക്കപ്പ് കിറ്റും ഉണ്ട് ഹലോവീൻ സ്പെഷ്യൽ എഫക്ട്സ് ഇടാനായിട്ട്. ഇതെല്ലാം മേക്കപ്പ് സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്കെയറി ഫേസ് ഒക്കെ വരച്ചെടുക്കാം നമുക്ക്. പിന്നെ ഇത് ഹലോവീൻ്റെ സ്റ്റിക്കേഴ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഹലോവീൻ പാർട്ടികളൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പം എനിക്ക് തോന്നുന്ന ഒരു പ്രാവശ്യം അമ്മു എന്തോ പാർട്ടിക്ക് പോയപ്പോൾ അവൾക്ക് കിട്ടിയിട്ടുള്ള പാർട്ടി ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണെന്ന് തോന്നുന്നു. കുറേ വിച്ചസ്, സ്പൈഡേഴ്സ്, ഗോസ്റ്റ്, പിന്നെ ബൂ, അതൊക്കെയാണത്. അപ്പം അത്രയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ഹലോവീൻ്റെ ഐറ്റംസ്. അപ്പം നമുക്ക് ഇനി ഈ പംകിനെ കാർവ് ചെയ്ത് എങ്ങനെയാണ് റെഡിയാക്കി ലൈറ്റൊക്കെ ഉള്ളിൽ വെച്ചിട്ട് വെക്കണേന്ന് നോക്കാം.
അപ്പൊ ദേ നമ്മുടെ പംകിൻ ഞാൻ കണ്ണും പല്ലൊക്കെ കാർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്കൊരു കാൻഡിൽ വെച്ചിട്ട്, ഞാൻ ബാറ്ററി കാൻഡിൽ വെച്ചേട്ടോ, അത് സേഫ്. അത് കഴിഞ്ഞ് ഇതിന്റെ തല നമ്മൾ തുറന്നെടുത്തല്ലോ, അതിങ്ങനെ അടച്ചു വെക്കാം. കാൻഡിൽ കളറ് മാറുന്ന കാൻഡിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട്. ഇനി നമുക്കിത് വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെയോ അല്ലെങ്കിൽ പുറത്ത് കാണുന്ന വിൻഡോ ഉണ്ടെങ്കിൽ അവിടെയോ ഒക്കെയാണ് സാധാരണ ആൾക്കാർ വെക്കാറ്. അപ്പം ഇങ്ങനെയാണ് പംകിൻ കാർവിങ് ചെയ്യുന്നത്. അപ്പൊ ഹലോവീൻ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഹാപ്പി ഹലോവീൻ എന്ന് പറയാൻ പറ്റില്ല അല്ലെ, സ്പൂക്കി ഹലോവീൻ അല്ലെങ്കിൽ സ്കേറി ഹലോവീൻ. എല്ലാവരും നല്ലോണം സെലിബ്രേറ്റ് ചെയ്യുക. 2020 ട്രിക്ക് ഓർ ട്രീറ്റിംഗ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാവും അല്ലേ, പുറത്തൊന്നും പോയല്ലോ എളുപ്പമല്ലല്ലോ. പക്ഷെ എന്നാലും നിങ്ങൾക്കൊക്കെ പറ്റുന്ന പോലെ വീടിനകത്ത് തന്നെ പാർട്ടിയൊക്കെ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ട് 2020 ഹലോവീൻ ആഘോഷിക്കുക. അപ്പൊ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.